കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്നതല്ല. സാമ്പത്തികമായി സഹായിക്കാമെന്ന് പറഞ്ഞ പലരോടും നമ്മൾ പറഞ്ഞു ഇപ്പോൾ നമുക്ക് ആവശ്യം സ്കൂൾ കിറ്റാണ്. താൻസാനിയയിൽ നിന്ന് ഒരാൾ ബന്ധപ്പെട്ട് ഇവിടെ കോർപ്പറേഷനിൽ അവർ വന്നപ്പോൾ ഈ ഫാമിലിയായിട്ട് ഒന്നിനെ കണ്ടിരുന്നു. അവർ 3 ലക്ഷം രൂപ ആണ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളോട് നിങ്ങൾ 300 കിറ്റ് വാങ്ങിത്തന്നാൽ മതി. അപ്പോൾ അവർ 300 കിറ്റ് അവരാണ് വാങ്ങിത്തരുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് ഒരു വാർഡിൽ നിന്ന് 50 കുട്ടികളുടെ ലിസ്റ്റ് തരാൻ പറഞ്ഞു. അങ്ങനെ 101 വാർഡുകളിലായിട്ട് 5080 കുട്ടികളുടെ ലിസ്റ്റ് തരാൻ പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പാണ് ലിസ്റ്റ് തരുന്നത്. അതിനനുസരിച്ച് ഞങ്ങൾ വിതരണം ചെയ്യും. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയുടെ തനത് ഫണ്ട് വിനിയോഗിക്കാതെ പുതിയൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് മേയർ വി രാജേഷ്. അതിൻ്റെ ഒരുക്കങ്ങൾ നിലവിലിപ്പോൾ നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ പേര് മേയർ കെയർ എന്നുള്ളതാണ്. നിർധനരായ കുടുംബങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പദ്ധതി തുടങ്ങിയിരിക്കുന്നത് എന്നാണ് മേയർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇനി സ്കൂൾ തുറക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ കണ്ടെത്തി, അതായത് ഓരോ വാർഡുകളിലെയും 50 പേരടങ്ങുന്ന വിദ്യാർത്ഥികളെ നിലവിലിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള സ്കൂൾ കിറ്റാണ് നിലവിലിപ്പോൾ നഗരസഭയിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈയൊരു സാഹചര്യത്തിൽ ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം എന്താണ്? കൂടുതൽ വിവരങ്ങൾ മേയർ തന്നെ മറുനാടനോട് പങ്കുവയ്ക്കുകയാണ്. കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്നതല്ല. ഇത് മേയർ എന്നുള്ള നിലയ്ക്ക് വ്യക്തിപരമായി മേയർ ആയതിനു ശേഷം പരിചയപ്പെട്ട ചില ആൾക്കാർ, അതിനു മുമ്പ് പരിചയമുള്ളവരൊക്കെ തന്നെ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് അതിൽ കൂടുതൽ താല്പര്യം തോന്നിയിട്ട് ഞങ്ങൾക്ക് ഇൻവോൾവ് ആകാൻ താല്പര്യമുണ്ട്, ഞങ്ങൾ ഏത് തരത്തിലാണ് ഫണ്ട് ചെയ്യേണ്ടത്, സഹായിക്കേണ്ടത് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഫണ്ടെന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണ്ട. ഓരോ ആവശ്യം ഈ ഘട്ടങ്ങൾ വരുമ്പോഴേക്കും, ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ വരുമ്പോഴേക്കും നിങ്ങൾ അതിനനുസരിച്ച് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് തയ്യാറായി. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സ്കൂൾ ഓപ്പണിങ്ങാണ് ആദ്യം വരുന്നത്. അപ്പോൾ സാമ്പത്തികമായി സഹായിക്കാമെന്ന് പറഞ്ഞ പലരോടും നമ്മൾ പറഞ്ഞു ഇപ്പോൾ നമുക്ക് ആവശ്യം സ്കൂൾ കിറ്റാണ്. ഇന്ന സാധനങ്ങൾ വേണം, അതിൽ നിങ്ങൾക്ക് എത്ര കിറ്റാണ് ചെയ്തു തരാൻ പറ്റും. ഇപ്പോൾ താൻസാനിയയിൽ നിന്ന് ഒരാൾ ബന്ധപ്പെട്ട് ഇവിടെ കോർപ്പറേഷനിൽ അവർ വന്നപ്പോൾ ഈ ഫാമിലിയായിട്ട് ഒന്നിനെ കണ്ടിരുന്നു. അവർ 3 ലക്ഷം രൂപ ആണ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളോട് നിങ്ങൾ 300 കിറ്റ് വാങ്ങിത്തന്നാൽ മതി. അപ്പോൾ അവർ 300 കിറ്റ് അവരാണ് വാങ്ങിത്തരുന്നത്. ചില ബാങ്കുകളുമായിട്ട് സംസാരിച്ചു. അവരുടെ CSR പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് അവരും കിറ്റാണ് നമുക്ക് തരുന്നത്. നമ്മൾ കോർപ്പറേഷനോ ആരും തന്നെ പണം വാങ്ങാറില്ല. അപ്പോൾ വാങ്ങാൻ സാധ്യതയുള്ള ആൾക്കാരുടെ ഇപ്പോൾ കൺസ്യൂമർ ഫെഡ്, ത്രിവേണി, അതുപോലെ തന്നെ പോലീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇതിൻ്റെയൊക്കെ തന്നെ പേര് നമ്മൾ കൊടുക്കും. അവർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ബാഗിൽ എന്തൊക്കെയുണ്ട്? ഇതിൽ ബുക്കുണ്ടാവും. ഒരു ഹൈസ്കൂളിന് കുട്ടികൾക്ക് 7 ബുക്കുണ്ടാകും. പേന, പെൻസിലൊക്കെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ സ്റ്റീൽ വാട്ടർ ബോട്ടിലുണ്ടാവും. പിന്നെ കുടയുണ്ടാവും. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക്, LP സ്കൂളിലെ കുട്ടികൾക്ക് അതിൽ ടിഫിൻ ബോക്സ് ഉൾപ്പെടെ ഉണ്ടാവും. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ട്. ഇതെങ്ങനെ ഓരോ വാർഡുകളിലാണ്, എങ്ങനെയാണ് കുട്ടികൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും DDO ഡെപ്യൂട്ടി ഡയറക്ടറോട് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഒരു വാർഡിൽ നിന്ന് 50 കുട്ടികളുടെ ലിസ്റ്റ് തരാൻ പറഞ്ഞു. അങ്ങനെ 101 വാർഡുകളിലായിട്ട് 5080 കുട്ടികളുടെ ലിസ്റ്റ് തരാൻ പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പാണ് ലിസ്റ്റ് തരുന്നത്. അതിനനുസരിച്ച് ഞങ്ങൾ വിതരണം ചെയ്യും. പിന്നെ കൗൺസിലർമാർ വാർഡിൽ പോയി നൽകണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പദ്ധതി ഞങ്ങൾ നാളെ ആലോചിച്ചിട്ട് പദ്ധതിക്ക് ഒരു പേരൊക്കെ വരുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ. അതിനുശേഷം സമൂഹത്തിൽ ഓരോ ഘട്ടത്തിലും ഓരോ ആവശ്യം വരുമ്പോഴേക്ക് ഞങ്ങൾ അതിനനുസരിച്ച് സഹായിക്കാൻ തയ്യാറുള്ളവരുടെ കയ്യിൽ നിന്നും പരമാവധി ആ ഉൽപ്പന്നമായിട്ട് തന്നെ വാങ്ങിക്കൊണ്ട് ജനങ്ങളെ സഹായിക്കുന്ന ഒരു നടപടിയുണ്ട്. നിരവധി പേർ കോർപ്പറേഷൻ്റെ പ്രവർത്തനം കണ്ടിട്ട് ഇതിൽ ഇൻവോൾവ് ആകുവാനും ഞങ്ങളെ സഹായിക്കുവാനും തയ്യാറായി വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ തന്നെ ഏത് തരത്തിൽ ജനങ്ങൾക്ക് നമ്മൾ അതിന് തയ്യാറായില്ലെങ്കിൽ ഇത് ലാപ്സായി പോകും. അവർക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഒരു മനസ്സുണ്ട്, പക്ഷേ നമ്മളതിന് തയ്യാറാണല്ലോ. അപ്പോൾ ഏത് തരത്തിൽ പ്രയോജനപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആലോചിക്കും.
വരുന്ന വർഷങ്ങളിലും പ്രതീക്ഷിക്കാം. ഈ വർഷത്തിൽ തന്നെ ഇനി ഒരുപാട് പേര് തയ്യാറായി നിൽപ്പുണ്ട്. പലരും വീട് വെച്ചുതരാമെന്ന് പറഞ്ഞു. അതിൽ ഒരു വീടാണ് വയനാട് നമ്മൾ പറഞ്ഞത്. അവർക്ക് പ്രമാണം എഴുതാനുള്ള പൈസ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ വരുന്നവരെ കൊണ്ടൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി വരുന്നവരെ കൊണ്ടൊക്കെ ആ വീട് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. ചെറിയ ചെറിയ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നവരെ കൊണ്ട് അങ്ങനെയുള്ള ചെയ്യിക്കും. അങ്ങനെ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പദ്ധതികളാണ് ആലോചിക്കുന്നത്. മേയർ നമ്മളോട് നിലവിലിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പദ്ധതി വരും നാളുകളിലും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ വളരെ സജീവമായി പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഇവിടെ എടുത്ത് പറയേണ്ടത് നഗരസഭയുടെ തനത് ഫണ്ട് വിനിയോഗിക്കാതെയാണ് ഈയൊരു പദ്ധതി നിലവിലിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ മേയറും സംഘവും തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.